ഇന്ന് നമുക്ക് തരി കാച്ചിയാലോ? തരി കാച്ചിയത്, തരിക്കഞ്ഞി, പിന്നെ ഇനി എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ജഗ് വെള്ളം എടുത്തിരിക്കുന്നത്. എനിക്കിന്ന് കുറച്ചധികം തരിക്കഞ്ഞി ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കുക. അതിലേക്ക് വേണ്ട ഉപ്പ്, പാകത്തിന് ഉപ്പും പിന്നെ പഞ്ചസാരയും ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയ ഉള്ളി തൂമിക്കാൻ വേണം. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ട പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള റവ വറുത്തെടുക്കാനുണ്ട്, പിന്നെ സേമിയോ. അപ്പോൾ സേമിയ വറുത്തെടുത്തു, ആവശ്യത്തിന് വേണ്ട റവയും വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂവ ഇവിടെ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കൂവ കലക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ഇത് പാകമാൻ ശേഷം മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിളച്ച പാലിലേക്ക് റവ ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സേമിയോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മധുരം പാകമാണെന്ന് നോക്കണം. എന്നതിന് ശേഷം നമ്മളിവിടെ കലക്കി വെച്ച കൂവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെട്ടി തിളപ്പിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കുക. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിന് ശേഷം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കിസ്മിസ് മാത്രമാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തൂമിച്ചെടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ റവക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചൂടാറിന് ശേഷം കുടിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഈ നോമ്പിന് മിക്ക വീടുകളിലും കാണും റവ കാച്ചിയത് അല്ലേ? അപ്പോൾ ടാറ്റാ.